CBSE 10ാം ക്ലാസ്സിൻ്റെ കഥകളതി മോഹൻ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമഗ്ര MCQ പരിശീലന സഹായിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാകരണ സംബന്ധമായ MCQ ചോദ്യോത്തരങ്ങളാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ കാണാൻ മറക്കരുത്. ക്ലാസ്സുകൾ പ്രയോജനപ്രദമെങ്കിൽ അതിമോഹനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, ഉത്തരം ഇതാണ്. വളരെ നല്ലത്. അരി എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ശത്രു. നിവഹം എന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം. നിവഹം കൂട്ടം. അരിനിവഹം എന്നാൽ എന്താണ്? അരിനിവഹം ശത്രുക്കളുടെ കൂട്ടം. പഞ്ചവർണ്ണക്കിളി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് പക്ഷിയാണ്? 5 നിറമുള്ള പക്ഷി, അതായത് തത്ത. പെൺകിടാവ് എന്ന പദത്തിൻ്റെ അർത്ഥം പെൺകുട്ടി. പെൺകിടാവ് പെൺകുട്ടി. എൻചെവി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ചെവി. എൻചെവി എൻ്റെ ചെവി. നെഞ്ച് എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? മനസ്സ്. നെഞ്ച് മനസ്സ്. പഞ്ചതാരപ്പൊടി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? പഞ്ചസാരപ്പൊടി. മെല്ലെ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പതുക്കെ. മെല്ലെ പതുക്കെ. വെള്ളിത്തളിക എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ നൽകിയവയിൽ ഏതാണ്? വെള്ളി കൊണ്ടുണ്ടാക്കിയ തളിക. മേളിച്ചു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? യോജിച്ചു. മേളിച്ചു യോജിച്ചു. വെവ്വേറെ എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? വേറെ വേറെ അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകം. ഭുജിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം കഴിക്കുക. ഭുജിക്കുക കഴിക്കുക. ഇച്ഛ എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഇച്ഛ ആഗ്രഹം. മധു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? മധു തേൻ. മധു എന്നാൽ തേൻ എന്നർത്ഥം. ആവോളം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഇഷ്ടം പോലെ, അതായത് വേണ്ടുവോളം. സമാനൻ എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? സമാനൻ തുല്യൻ എന്നാണ് അർത്ഥം. ഭീഷ്മ സമാനൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭീഷ്മർക്ക് തുല്യൻ. ശരശയനം എന്നാൽ എന്താണ്? അമ്പുകൾ കൊണ്ടുള്ള കിടക്ക. ശരശയനം അമ്പുകൾ കൊണ്ടുള്ള കിടക്ക. വീണാറെ എന്ന പദത്തിൻ്റെ അർത്ഥം വീണപ്പോൾ. വീണാറെ വീണപ്പോൾ. സുയോധനനാദികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? സുയോധനൻ, അതായത് ദുര്യോധനൻ തുടങ്ങിയവർ. ചൊല്ലുക എന്ന പദത്തിൻ്റെ അർത്ഥം പറയുക. ചൊല്ലുക പറയുക. ആവതില്ല എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? കഴിവില്ല. ആവതില്ല കഴിവില്ല. ഒട്ടെട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം അല്പാൽപം അല്ലെങ്കിൽ കുറച്ചു കുറച്ചായി. കനക്കെ ചുരുക്കി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും വിട്ടുപോകാതെ ഒതുക്കിക്കൊണ്ട് പറയുക. വൻപൻ എന്ന പദത്തിൻ്റെ അർത്ഥം വലിയവൻ. വൻപൻ വലിയവൻ. ആശു എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ആശു പെട്ടെന്ന്. അൻപോട് എന്ന പദത്തിൻ്റെ അർത്ഥം സ്നേഹത്തോടെ. അൻപോട് സ്നേഹത്തോടെ. സേനാപതി എന്ന പദത്തിൻ്റെ അർത്ഥം സേനാനായകൻ. സേനാപതി സേനാനായകൻ. മന്ദസ്മിതം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് പുഞ്ചിരി. മന്ദസ്മിതം എന്ന പദത്തിൻ്റെ അർത്ഥം പുഞ്ചിരി. ചൊല്ലിനാൻ എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നതിൽ ഏതാണ്? അവൻ പറഞ്ഞു. കർണസുഖം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ചെവിക്ക് സുഖം നൽകുന്നത്. ആചാര്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഗുരു എന്നാണ്. ആചാര്യൻ ഗുരു. ആചാര്യൻ ഗുരു. മാനിച്ച് എന്ന പദത്തിൻ്റെ അർത്ഥം ബഹുമാനിച്ച്. മാനിച്ച് ബഹുമാനിച്ച്. പട എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം യുദ്ധം. പട യുദ്ധം. നന്ദനൻ എന്ന പദത്തിൻ്റെ അർത്ഥം പുത്രൻ. നന്ദനൻ പുത്രൻ. ഭരദ്വാജ നന്ദനൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരദ്വാജൻ്റെ പുത്രനായ ദ്രോണാചാര്യരെയാണ്. യോദ്ധാക്കൾ എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നതിൽ ഏതാണ്? യുദ്ധം ചെയ്യുന്നവൻ. പ്രബലൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശക്തൻ. പ്രബലൻ ശക്തൻ. അധിപൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഭരണകർത്താവ്. അധിപൻ ഭരണകർത്താവ്. മന്നവൻ എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം രാജാവ്. മാനിയായുള്ളവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ബഹുമാനിക്കപ്പെടേണ്ടവൻ. താഴെ പറയുന്നവയിൽ തേൻ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏത്? ക്ഷീരം. ചെവി എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളുടെ ശരിയായ കൂട്ടം ഏതാണ്? കാത്, കർണം, ശ്രോത്രം, ശ്രവണം. ആചാര്യൻ, ആശാൻ, ഗുരുനാഥൻ, ഗുരുഭൂതൻ, അധ്യാപകൻ എന്നിവ ഏത് പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഗുരു. താഴെ പറയുന്നവയിൽ രാജാവ് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്ത പദം ഏതാണ്? അമരൻ. പുത്രൻ, സുതൻ, തനയൻ, നന്ദനൻ എന്നിവ ഏത് പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്? മകൻ. രാധേയൻ, സൂതപുത്രൻ, ദാനവീരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ്? കർണൻ. ദേവവ്രതൻ, ഗംഗാദത്തൻ, നദീജൻ എന്നീ പര്യായങ്ങൾ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഭീഷ്മർ. താഴെ പറയുന്നവയിൽ പാൽ എന്ന പദത്തിൻ്റെ പര്യായപദം ഏതാണ്? പയസ്, ക്ഷീരം, ദുഗ്ധം, പിപാസ, തൃഷ്ണ, തർഷം എന്നിവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണ്? ദാഹം.
ഇക്ഷു, രസാല, ഗൂഢതൃണം എന്നിവ പര്യായ പദങ്ങളുള്ളത് ഏതിനാണ്? കരിമ്പ്. അമ്പ്, അസ്ത്രം, ബാണം, സായകം എന്നിവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണ്? ശരം. കിടാവ് എന്ന പദത്തിൻ്റെ നാനാർത്ഥങ്ങളേവ? ശിശു, പശുവിൻ്റെ കുട്ടി, പശുക്കിടാവ്. സമാനൻ എന്ന പദത്തിൻ്റെ 2 അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? തുല്യൻ, സ്നേഹിതൻ. സമാനൻ. ശത്രു, ധാന്യമണി, ചെറിയ എന്നീ അർത്ഥങ്ങൾ വരുന്ന ഏത് പദത്തിനാണ്? അരി. വർണ്ണം എന്ന പദത്തിൻ്റെ നാനാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നിറം, അക്ഷരം. യുദ്ധം, പടച്ചോറ്, കൂട്ടം എന്നീ അർത്ഥങ്ങൾ നൽകുന്നത് ഏത് പദത്തിനാണ്? പട. നെഞ്ച്, മൊഞ്ച് എന്നീ പദങ്ങളുടെ അർത്ഥവ്യത്യാസം? നെഞ്ച്, മനസ്സ്, മൊഞ്ച്. ഭംഗി. ഭുജിക്കുക, ഭജിക്കുക. ഭുജിക്കുക കഴിക്കുക, ഭജിക്കുക ആരാധിക്കുക. വൻപ്, അൻപ്. വൻപ് വലിപ്പം, അൻപ് സ്നേഹം. ശയനം, അയനം. ശയനം കിടക്ക, അയനം യാത്ര. പടാപടം. പട യുദ്ധം, പടം ചിത്രം. പെൺകിടാവ് എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം എന്താണ്? ആൺകിടാവ്. പെൺകിടാവ്, ആൺകിടാവ്. പതി എന്ന പദത്തിൻ്റെ ശരിയായ എതിർലിംഗ പദം പത്നി. പതി, പത്നി. അധിപൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ രൂപം ഏതാണ്? അധിപ. ആചാര്യൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ രൂപം ആചാര്യൻ, ആചാര്യ. തെളിയുക എന്ന പദത്തിൻ്റെ വിപരീതമാണ് മായുക. തെളിയുക, മായുക. തോൽവി എന്ന പദത്തിൻ്റെ ശരിയായ വിപരീത പദം ഏതാണ്? ജയം. തോൽവി, ജയം. സങ്കടം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ പറയുന്നതിൽ ഏതാണ്? സന്തോഷം. മന്ദം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീതം എന്താണ്? ശീഘ്രം. മന്ദം, ശീഘ്രം. കഥകൾ അതിമോഹനം എന്ന പദം ശരിയായി എങ്ങനെ പിരിച്ചെഴുതാം? കഥകൾ അതിമോഹനം. എൻ ചെവി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? എൻ ചെവി, എൻ ചെവി. തെളിഞ്ഞൻ ശരിയായി എങ്ങനെ പിരിച്ചെഴുതും? തെളിഞ്ഞ് എൻ, തെളിഞ്ഞ് എൻ. പ്രബലാധിപൻ ഇത് പിരിച്ചെഴുതുമ്പോൾ പ്രബല അധിപൻ. ആവതില്ല, ആവത് ഇല്ല, അതും പിരിച്ചെഴുതാനുള്ളതാണ്. കനക്കെ ചുരുക്കി, കനക്കെ ചുരുക്കി, കനക്കെ ചുരുക്കി, കനക്കെ ചുരുക്കി. യോദ്ധാക്കളിൽ, യോദ്ധാക്കൾ ഇൽ, യോദ്ധാക്കളിൽ. സങ്കടം ഉണ്ടാകയില്ലേ, സങ്കടം ഉണ്ടാകയില്ലേ, സങ്കടം ഉണ്ടാകയില്ലേ. ദ്രോണരാം ആചാര്യൻ ഈ പദം പിരിച്ചെഴുതുമ്പോൾ ദ്രോണരാം ആചാര്യൻ. ദ്രോണരെ, ദ്രോണർ എ ദ്രോണരെ, ദ്രോണർ എ ദ്രോണരെ. പഞ്ചവർണം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം 5 വർണ്ണം. പഞ്ചവർണ്ണക്കിളി എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ 5 നിറമുള്ള കിളി എന്നാണ് അർത്ഥം. കദളിപ്പഴങ്ങൾ എന്ന പദത്തിൻ്റെ വിഗ്രഹരൂപം താഴെ പറയുന്നത് ഏതാണ്? കദളി വാഴയുടെ പഴങ്ങൾ. വെള്ളിത്തളിക എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം വെള്ളി കൊണ്ടുള്ള തളിക. വെള്ളിത്തളിക, വെള്ളി കൊണ്ടുള്ള തളിക. നീലക്കരിമ്പ് എന്ന പദം എങ്ങനെ വിഗ്രഹിച്ചതാം? നീല നിറമുള്ള കരിമ്പ്. ഭീഷ്മ സമാനൻ എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ ഭീഷ്മർക്ക് സമാനൻ, ഭീഷ്മ സമാനൻ, ഭീഷ്മർക്ക് സമാനൻ. അരിനിവഹം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം അരികളുടെ നിവഹം, അതായത് ശത്രുക്കളുടെ കൂട്ടം. ശരശയനം എന്ന പദത്തിൻ്റെ വിഗ്രഹരൂപമാണ് ശരത്തിൽ ശയനം. സേനാപതി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം സേനയുടെ പതി, സേനാപതി. മന്ദസ്മിതം എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം മന്ദമായ സ്മിതം. കർണസുഖം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? കർണങ്ങൾക്ക് സുഖം നൽകുന്നത്. ഭരദ്വാജ നന്ദനൻ എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? ഭരദ്വാജൻ്റെ നന്ദനൻ. പ്രബലാധിപൻ എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് പ്രബലനായ അധിപൻ. ജലം, നീര് എന്നീ പര്യായപദങ്ങൾ ഏത് വാക്കിൻ്റേതാണ്? വെള്ളം. ജലം, നീര് വെള്ളത്തിൻ്റേതാണ്. സങ്കടം എന്ന വാക്കിൻ്റെ പര്യായപദം ദുഃഖം, വിഷമം. സങ്കടം എന്ന വാക്കിൻ്റെ പര്യായപദം ദുഃഖം, വിഷമം. കർണസുഖം എന്നാൽ എന്താണ്? ചെവിക്ക് ഇമ്പം നൽകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ഇമ്പമുള്ളത്. കൂട്ടിക്കുഴയ്ക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കലയ്ക്ക് ചേർത്തത്. 100 പേർ എന്നാൽ എത്ര ആളുകളാണ്? 100 പേർ.